രജനികാന്തിന്റെ ബയോപിക് ഒരുങ്ങുന്നു. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. രജനികാന്തിന്റെ ബയോപിക് ഒരുങ്ങുന്നു. അങ്ങനെ രജനികാന്തിന്റെ ബയോപിക് ഒരുങ്ങുകയാണ്. സിനിമാ കഥ പോലെ തലൈവരുടെ ജീവിതവും നമുക്കിനി സ്ക്രീനിൽ കാണാം. റെക്കോർഡ് തുകയ്ക്ക് അവകാശം വാങ്ങിയിരിക്കുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ്. സിനിമയോടും അഭിനയത്തോടും അടങ്ങാത്ത അഭിനിവേശമാണ് രജനികാന്തിന് ചെറുപ്പം മുതലേ ഉള്ളത്. രജനികാന്ത് എന്ന സൂപ്പർ താരത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിലെ രഹസ്യവും ഇത് തന്നെയാണ്. ബസ് കണ്ടക്ടറായി കരിയർ ആരംഭിച്ച രജനി സൂപ്പർ താരമായി വളരുകയായിരുന്നു. സിനിമാ കഥ പോലെ ആവേശകരമായ ഒരു വളർച്ച തന്നെ നമുക്ക് ഇനി സ്ക്രീനിൽ കാണാമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. രജനികാന്തിന്റെ ബയോപിക് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രമുഖ ബോളിവുഡ് നിർമ്മാതാവ് സാജിദ് നദിയാവാല രജനികാന്തിന്റെ ജീവിതകഥ സിനിമയാക്കാനുള്ള അവകാശം നേടിയെന്നാണ് ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. റെക്കോർഡ് തുകയ്ക്കാണ് ഈ ബയോപിക്കിന്റെ അവകാശം സ്വന്തമാക്കാൻ സാജിദ് നൽകിയത് എന്ന റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതൊരു ചരിത്രമായി മാറുകയാണ്. അടുത്ത വർഷം സിനിമ ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടുകൾ ഔദ്യോഗികമായിട്ടുള്ള യാതൊരുവിധ സ്ഥിരീകരണവുമില്ലാത്തതെന്ന് കൂടി പറയുന്നുണ്ട്. അതേസമയം TJ ജ്ഞാനവേലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന വേട്ടയ്യൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരക്കുകളിലാണ് രജനി ഇപ്പോൾ ഉള്ളത്. ഇതിനുശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൂലിയിൽ താരം വേഷമിടും. ഏതായാലും അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ രജനികാന്ത് എത്തുമ്പോൾ അത് വലിയ പ്രതീക്ഷകളാണ് ഉണ്ടാക്കുന്നത്. രജനിയുടെ അവസാന സിനിമയാകും കൂലി എന്ന റിപ്പോർട്ടുകളും ഒരിക്കൽ പറഞ്ഞു കേട്ടിരുന്നു. സംവിധായകൻ മിഷ്കിനാണ് ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത് പറഞ്ഞത് രജനികാന്ത് അല്ല. രജനികാന്താണ് ഇത് പറയുന്നതെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു രജനികാന്തിന്റെ അഭിനയം അതോടുകൂടി നിൽക്കുമെന്ന്. ഏതായാലും അദ്ദേഹം ഇനിയും അധിക സിനിമകളിൽ അഭിനയിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും അദ്ദേഹം കൊല്ലത്തിലൊരു സിനിമ മാത്രമേ ചെയ്യുന്നുള്ളൂ. അത്തരത്തിൽ തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണവും എന്നാണ് ഞാൻ കണക്കുകൂട്ടുന്നത്. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ തന്നെ കാത്തിരിക്കുകയാണ്. രജനികാന്തിന്റെ ബയോപിക് അതിൽ ആരായിരിക്കും നായകൻ എന്നറിയാൻ വേണ്ടി വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കഥാപാത്രമായിട്ട് ആരാണ് എത്തുക, അതുപോലെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരായിട്ട് എത്തിയ നമ്മുടെ ശ്രീനിവാസനെ പോലുള്ള ആളുകളുടെ കഥാപാത്രമായിട്ട് ആരായിരിക്കും എത്തുക. ഏതായാലും ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും അത്. അതുകൊണ്ട് തന്നെ വലിയൊരു വിജയം തന്നെ സിനിമ നേടുമെന്ന് കണക്കൂട്ടുന്നുണ്ട് നിർമ്മാതാക്കൾ. അപ്പോൾ വലിയൊരു രീതിയിൽ തന്നെ അതിന്റെ അവകാശം വാങ്ങിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഏതായാലും കാത്തിരിക്കാം സിനിമാ കഥ പോലെയുള്ള നമ്മുടെ തലൈവരുടെ ജീവിതം ഇനി സ്ക്രീനിൽ കാണുന്നതിന് വേണ്ടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.